പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ 8ാമത്തെ ചാപ്റ്ററായ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ 4ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇന്ന് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് എന്നുള്ള ചാപ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഫോക്കസ് പോയിന്റുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കും പിന്നെ അല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഇന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഓവർ ദ നെറ്റ്വർക്ക് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഒരു നോഡിനെ, നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നോഡിനെ നെറ്റ്വർക്കിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ഫോക്കസ് പോയിന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പം നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഇത്തരം നോഡുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണുള്ളത്. 2 മെത്തേഡുകളാണ് പ്രധാനമായിട്ടും ഇതിന് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു മെത്തേഡാണ് മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. മീഡിയ ആക്സസ് കൺട്രോൾ, അതായത് MAC അഡ്രസ് എന്ന് പറയും. മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് അല്ലെങ്കിൽ MAC അഡ്രസ് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിലൊരു അഡ്രസ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഓരോ നോഡുകളെയും വേണമെങ്കിൽ ഓരോ നോഡുകളെയും അല്ല ഓരോ സിസ്റ്റത്തെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ MAC അഡ്രസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന് കൊടുക്കുന്ന ഒരു നമ്പറാണ് അല്ലെങ്കിൽ ഒരു അഡ്രസ് ആണ്. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ ആദ്യം തന്നെ പഠിച്ചിരുന്നു. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് ബോർഡൊക്കെ ഉള്ള ഒരു കാർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അത്തരത്തിൽ ആ ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പുറമേ നിന്നുള്ള ഒരു നെറ്റ്വർക്ക് കണക്ഷൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾക്ക് നൽകുന്ന ഒരു അഡ്രസ്സിനെയാണ്, ഒരു ഐഡന്റിഫിക്കേഷൻ മെത്തേഡിനെയാണ് നമ്മൾ MAC അഡ്രസ് എന്ന് പറയുക. അപ്പൊ ഈ MAC അഡ്രസ് എന്ന് പറയുന്നത് ഒരു 12 ഡിജിറ്റുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. 12 ഡിജിറ്റുള്ള ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് ആക്ച്വലി ഒരു MAC അഡ്രസ് എന്ന് പറയുന്നത്. ഈ MAC അഡ്രസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 6 ഡിജിറ്റുകൾ വരുന്ന ഒരു പാർട്ടും അടുത്ത 6 ഡിജിറ്റുകൾ വരുന്ന മറ്റൊരു പാർട്ടുമായിട്ട്. അതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് തന്നെ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ SS അങ്ങനെയുള്ള രീതി, MMMM എന്നുള്ള രീതിയിലാണ്. ആദ്യത്തെ 2 കോളൻ, പിന്നത്തെ 2 കോളൻ, പിന്നത്തെ 2 കോളൻ, അങ്ങനെയുള്ള ഒരു 6 ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് S എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. SS കോളൻ SS കോളൻ SS അങ്ങനെ ഒരു രീതിയിലുള്ളതാണ് അതിന്റെ ഒരു അഡ്രസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കോളന് പകരം വേണമെങ്കിൽ നമുക്ക് ഹൈഫൺ ഉപയോഗിച്ച് വേണമെങ്കിലും ആ ഒരു സെപ്പറേഷൻ അവിടെ കാണിക്കാവുന്നതാണ്. ഇനി ഈ ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴും ഇതിൽ ആദ്യത്തെ 6 ഡിജിറ്റ് ഉണ്ടല്ലോ, ആ M എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന 6 ഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 6 ഡിജിറ്റിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അത് ആ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ മാനുഫാക്ചർ ഐഡിയ ആണ്. ക്ലിയർ? ആ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന്റെ മാനുഫാക്ചർ ഐഡിയ ആണ് ആദ്യത്തെ പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ 6 ഡിജിറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്ന M എന്നുള്ള ആ ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മാനുഫാക്ചർ എന്നുള്ളതിന്റെ M ആണ്. ഓക്കെ, അപ്പൊ M എന്നുള്ള റെപ്രസെന്റ് ചെയ്യുന്നത് മാനുഫാക്ചർ ഐഡിയ ആണ്. രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള S എന്ന് പറയുന്നത് അത് ഒരു മാനുഫാക്ചർ തന്നെ പല നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പം ഓരോ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനും ആ മാനുഫാക്ചർ കൊടുക്കുന്ന ഒരു സീരിയൽ നമ്പറാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാനുഫാക്ചർ നൽകുന്ന ഒരു സീരിയൽ നമ്പറാണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരേ മാനുഫാക്ചറിന്റെ തന്നെ ഒത്തിരി NICs ഉണ്ട് എങ്കിൽ അവർക്കെല്ലാം ആദ്യത്തെ പാർട്ട് കോമൺ ആയിരിക്കും. കാരണം ഒരേ മാനുഫാക്ചർ ആണ്, അതുകൊണ്ടാണ് ആ മാനുഫാക്ചർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറേ ഉള്ളൂ. അപ്പൊ ആ നമ്പർ ആയിരിക്കും എല്ലാ NICക്കും ഉണ്ടാവുക. പക്ഷേ സെക്കൻഡ് പാർട്ട് S എന്നുള്ള ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ട് അതിന് മാറിക്കൊണ്ടേയിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള മാനുഫാക്ചേഴ്സിന്റെ NICs ആണെങ്കിൽ ആദ്യത്തെ പാർട്ടിന് രണ്ടാമത്തെ പാർട്ടല്ല, രണ്ടാമത്തേന് ഓരോ NICക്കും വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പൊ 2 പാർട്ടാണുള്ളത്. ആദ്യത്തെ പാർട്ടിന് മാനുഫാക്ചറിന്റെ ഐഡിയും രണ്ടാമത്തെ പാർട്ട് മാനുഫാക്ചർ ആ ഡിവൈസിന് നൽകുന്ന സീരിയൽ നമ്പറുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓരോ സിസ്റ്റത്തെയും നെറ്റ്വർക്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം ഓരോ സിസ്റ്റത്തിനും വ്യത്യസ്തമായ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ MAC അഡ്രസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു നെറ്റ്വർക്കിലെ ഓരോ സിസ്റ്റത്തിനെയും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഈ MAC അഡ്രസ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഐഡന്റിഫിക്കേഷൻ മെത്തേഡാണ് ഏതൊരു നോഡിനെയും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡാണ് IP അഡ്രസ് എന്ന് പറയുന്നത്.
ഓക്കെ, IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഇതാണ് ഏറ്റവും യൂണിവേഴ്സലി കോമൺലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മാക് അഡ്രസ്സിന് അതിൻ്റെതായ പറയുമ്പോൾ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുള്ള സിസ്റ്റത്തിന് മാത്രമേ അതൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ഏതൊരു സിസ്റ്റത്തിനും ഏതൊരു നോഡിനും ഏതൊരു റിസോഴ്സിനും ഒക്കെ കൊടുക്കാവുന്ന തരത്തിലാണ് ഈ IP അഡ്രസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 4 പാർട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. 4 വിവിധ പാർട്ടുകളുള്ള ഒരു നമ്പർ സിസ്റ്റമാണ്. ഓരോ പാർട്ടും ഒരു എത്രയാണ് 8 ബിറ്റുകളുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ്. 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ 1 ബൈറ്റ് റെപ്രസെന്റേഷൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഓരോ പാർട്ടും എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള 4 പാർട്ടുകളുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ബിറ്റ്സ് വരും? 8 എണ്ണമാണ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ 32 ബിറ്റ്സ് ഉള്ള ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും ഈ IP അഡ്രസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ IP അഡ്രസ്സിൽ ഈ ഓരോ വാല്യൂസും നമ്മൾ ഓരോ ഡെസിമൽ നമ്പേഴ്സ് ആയിട്ടാണ് ശരിക്കും റെപ്രസെന്റ് ചെയ്യുക. 0 മുതൽ 255 വരെയുള്ള, ശ്രദ്ധിക്കുക, 0 മുതൽ 255 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് ഈ ഓരോ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഡെസിമൽ നമ്പർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ബൈനറി നമ്പേഴ്സ് ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്താൽ വീണ്ടും അതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ ഡെസിമൽ നമ്പേഴ്സ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യും എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഡെസിമൽ നമ്പർ ആയിട്ട് അവിടെ ഒരു 45 എന്നുള്ള ഒരു വാല്യൂ കണ്ടാൽ 45 എന്നുള്ള രീതിയിലല്ല കമ്പ്യൂട്ടർ അതിനെ എടുക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി 8 ബിറ്റ് ബൈനറി ആയിട്ടൊക്കെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ ഈ പെട്ടെന്ന് മനസ്സിലാകാനൊക്കെ വേണ്ടിയിട്ട് ഡെസിമൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. റെപ്രസെന്റേഷൻ അങ്ങനെയാണെന്നുള്ളൂ, ആക്ച്വലി അത് ഒരു ബൈനറി റെപ്രസെന്റേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത്തരത്തിലുള്ള 4 പാർട്ടുകളായിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള നമ്പർ സിസ്റ്റമാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, അത് ഏതൊരു നോഡിനും നമുക്ക് കൊടുക്കാം, ഏതൊരു റിസോഴ്സിനും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള IP അഡ്രസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു നോഡിനെയും റിസോഴ്സിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു അഡ്രസ് സിസ്റ്റമാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഈ IP അഡ്രസ് ഞാൻ പറഞ്ഞു 32 നമ്പർ ബിറ്റ്സ് ഉപയോഗിക്കുന്ന ആ നമ്പർ സിസ്റ്റം, അതാണ് IPv4 എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 എന്ന് പറയുന്ന ഒരു IPv4 അല്ലെങ്കിൽ 4 പാർട്ടിന്റെയാണ് അവിടെ ഒരു 4 എന്നുള്ള നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം അത്രയും 32 ബിറ്റ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു IP അഡ്രസ്സിനെയാണ് നമ്മൾ IPv4 എന്ന് പറയുന്നത്, 32 ബിറ്റ്സ്. ഇനി അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ഉണ്ട് 128, അതായത് 6 പാർട്ടുകൾ വരെ വരും. 4 പാർട്ടല്ല, 6 പാർട്ടുകൾ വരും. അതുകൊണ്ട് തന്നെ IPv6 എന്നാണ് ആ ഒരു IP അഡ്രസ് വേർഷൻ എന്ന് പറയുന്ന പേര്, IPv6. ആദ്യത്തെ IPv4 ആയിരുന്നു, ഇത് IPv6 എന്നുള്ളതാണ്. അപ്പൊ 128 ബിറ്റുകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റേഷൻ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു വലിയ നെറ്റ്വർക്കിൽ, ഇന്റർനെറ്റ് പോലെയൊക്കെയുള്ള വേൾഡ് വൈഡ് നെറ്റ്വർക്ക് പോലെയുള്ള വലിയ നെറ്റ്വർക്കിലൊക്കെ ഒത്തിരി സിസ്റ്റംസ് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒത്തിരി റിസോഴ്സസ് അതിൻ്റെ അകത്ത് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അത്രയും റിസോഴ്സസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ 128 ബിറ്റുള്ള 6 പാർട്ടൊക്കെയുള്ള IPv6 IP അഡ്രസ്സുകളൊക്കെ തന്നെ ചിലപ്പോൾ വേണ്ടിയതായിട്ട് വരും. ഓക്കെ, അപ്പൊ ചെറിയ നെറ്റ്വർക്കുകളൊക്കെ ആണെങ്കിൽ ഒത്തിരി IPv4 തന്നെ നമുക്ക് ഒത്തിരി സിസ്റ്റംസിനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ അതിലും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സിസ്റ്റംസിന്റെ എണ്ണം കൂടി വരികയാണ്. ഓരോ ആളുകളുടെ കയ്യിലും മൾട്ടിമീഡിയ ഫോണുകളും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 128 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ ഇന്ന് ആവശ്യമായിട്ട് വരുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ ഇപ്പോൾ മൾട്ടിമീഡിയ മൊബൈൽ ഫോൺ ആണ് എങ്കിൽ, അതൊക്കെ ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ് എങ്കിൽ അതിനെല്ലാം തന്നെ ഒരു IP അഡ്രസ് ഉണ്ടാവും. നിങ്ങളുടെയൊക്കെ ഫോണിന് ഒരു IP അഡ്രസ് ഉണ്ടാവും. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു ഡിവൈസിനും അതിൻ്റെതായ IP അഡ്രസ്സുകൾ ഉണ്ടാവും. ഈ IP അഡ്രസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് ഒരു സിസ്റ്റത്തിലേക്ക് മറ്റൊരു സിസ്റ്റം ഡാറ്റ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ എന്റെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഇന്റർനെറ്റിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ എന്റെ സിസ്റ്റം ഇന്റർനെറ്റുമായിട്ട് അവിടെ കണക്റ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു വെബ് സെർവറുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. ആ വെബ് സെർവർ എനിക്ക് ഡാറ്റ തരുന്നുണ്ട് എങ്കിൽ എന്റെ സിസ്റ്റം ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്റെ IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ഒരു സെർച്ചിങ് ഗൂഗിളിൽ നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ സെർച്ചിങ് നടത്തുമ്പോൾ ഏത് സിസ്റ്റത്തിൽ നിന്നാണ് ആ സെർച്ചിങ് വന്നത് എന്നുള്ളത് അതിന്റെ IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് അത് മനസ്സിലാക്കുക. എന്റെ സിസ്റ്റത്തിന്റെ IP അഡ്രസ് ഏതാണോ ആ IP അഡ്രസ്സിൽ നിന്നാണ് ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതവിടെ പ്രോസസ് ചെയ്യപ്പെടുകയും അവിടുന്ന് എന്തെങ്കിലും റിസൾട്ട് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ എന്റെ സിസ്റ്റത്തിന്റെ IP അഡ്രസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തരിക. അല്ലാതെ എന്റെ സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ മറ്റേതെങ്കിലും മെത്തേഡുകളല്ല. പ്രൊഫഷൻ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിലെ സിസ്റ്റം ആണെങ്കിൽ സ്കൂളിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള IP അഡ്രസ്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു സിസ്റ്റത്തിലും ഒക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് അതിന്റെ പ്രത്യേകമായിട്ടുള്ള IP അഡ്രസ്സുകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നത്.
ഓക്കെ, അപ്പൊ അത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു നോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അഡ്രസ്സിംഗ് സിസ്റ്റമാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഒരു കാര്യമാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ നോഡ്സ് ഓൺ ആൻഡ് നെറ്റ്വർക്ക് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ്, MAC അഡ്രസ്സും IP അഡ്രസ്സും. അതിനുശേഷം നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്ന വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നെറ്റ്വർക്ക് പ്രോട്ടോകോളിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ നെറ്റ്വർക്ക് പ്രോട്ടോകോളുകൾ കൃത്യമായിട്ട് പാലിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇല്ലേ. നമ്മൾ ഗേറ്റ് വേ, റൂട്ട്, ബ്രിഡ്ജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രോട്ടോകോളിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രോട്ടോകോളുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു പ്രോട്ടോകോളാണ് TCP/IP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. TCP/IP എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ് TCP എന്നുള്ളത്. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ഒരു അഡ്രസ് പറഞ്ഞിരുന്നു, IP അഡ്രസ്. അതും ഇതുമൊക്കെ ആയിട്ട് കുറെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ, IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് രണ്ടും കൂടെ കൂടി ചേർത്തിട്ടുള്ള ഒറ്റ സിംഗിൾ പ്രോട്ടോകോൾ ആണ് TCP/IP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. ഈ TCP/IP പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ രണ്ട് സിസ്റ്റംസ് തമ്മിൽ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് എങ്കിൽ ആദ്യത്തെ സിസ്റ്റത്തിലും രണ്ടാമത്തെ സിസ്റ്റത്തിലും ഈ പറഞ്ഞ TCP/IP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആവശ്യമാണ്. ഇവിടുന്ന് ഞാൻ സെൻഡ് ചെയ്യുമ്പോഴും അവിടെ ഡാറ്റ റിസീവ് ചെയ്യുമ്പോഴും രണ്ട് സിസ്റ്റത്തിലും TCP/IP പ്രോട്ടോകോൾ ആണെങ്കിൽ മാത്രമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ അവിടെ കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആദ്യത്തെ പാർട്ടുണ്ടല്ലോ, TCP എന്ന് പറഞ്ഞ പാർട്ടാണ്. ഈ ഡാറ്റ ഒരുമിച്ച് അങ്ങ് സെൻഡ് ചെയ്യാനും പറ്റില്ല. വലിയ വലിയ ഡാറ്റ ആകുമ്പോൾ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് പ്രത്യേകമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും സെക്ഷനുകളും ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പല ഭാഗങ്ങളായിട്ട് അതിനൊക്കെ ഓരോന്നിനെയും ഓരോ പാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. വലിയൊരു സംഭവത്തിനെ, വലിയൊരു കണ്ടന്റിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി മാറ്റും. എന്നിട്ട് ഈ ഓരോ പാക്കറ്റിനെയുമാണ് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ഏത് സിസ്റ്റത്തിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഡാറ്റയെ വിവിധ പാക്കറ്റുകളൊക്കെ ആക്കി തിരിച്ച് അതിന് കൃത്യമായിട്ടുള്ള അഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് TCPയുടെ ഒരു ഡ്യൂട്ടി. എവിടെ? സെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിലെ ഡ്യൂട്ടി. റിസീവ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഈ TCP തന്നെയാണ് ഓരോ പാക്കറ്റുകളെയും റിസീവ് ചെയ്ത് അതിനൊക്കെ ഓരോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അവിടുന്ന് അയക്കുന്ന സമയത്ത് ആ നമ്പറിന്റെ ഓർഡറിൽ കൃത്യമായിട്ട് അതിനെ അടുക്കി വെക്കണം. നമ്പർ കൊടുക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഇത് ഏത് ഓർഡറിലാണ് അവിടെ അടുക്കി വെക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ആദ്യത്തെ 1 അല്ലെങ്കിൽ 2, 3 അങ്ങനെയുള്ള ഒരു സീരിയൽ നമ്പറിന്റെ ഓർഡർ, അങ്ങനെ പ്രത്യേക ഒരു നമ്പർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് ഒരു സീരിയൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടാണ് അതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ റിസീവ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഈ സീരിയൽ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കൃത്യമായിട്ട് റിസീവ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഓർഡറിൽ തന്നെയൊക്കെ അറേഞ്ച് ചെയ്ത് അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് റീഡബിൾ ഒക്കെ ആക്കി തരുന്നത് ഈ TCP എന്ന പ്രോട്ടോകോൾ ആണ്. അപ്പൊ സെൻഡ് ചെയ്യുന്നിടത്ത് ഇതിനെ പാക്കറ്റുകളാക്കി ഡിവൈഡ് ചെയ്ത് നമ്പറൊക്കെ കൊടുത്ത് അഡ്രസ് ഒക്കെ കൊടുത്ത് അയക്കുന്നതും റിസീവിംഗ് സിസ്റ്റത്തിൽ ഇതിനെ കൃത്യമായിട്ട് റിസീവ് ചെയ്ത് കൃത്യമായിട്ട് അടുക്കി നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുന്നതും ഒക്കെ TCP ആണ്. ഈ IP എന്ന് പറഞ്ഞ പ്രോട്ടോകോളിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സിസ്റ്റത്തിൽ നിന്നും അയച്ചു കഴിഞ്ഞാൽ മറ്റേ സിസ്റ്റത്തിലേക്ക് എത്താൻ വേണ്ടി നെറ്റ്വർക്കിലൂടെയുള്ള അതിന്റെ സഞ്ചാരപാത ക്ലിയർ ആക്കുക എന്നുള്ളതാണ് IPയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റവും മറ്റൊരു സിസ്റ്റവും തമ്മിൽ പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് ആകുമ്പോൾ പല പാത്തുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത്തരത്തിലുള്ള പല റൂട്ടുകൾ നമുക്ക് അവൈലബിൾ ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് റൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനേക്ക് ആ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താതെ മറ്റൊരു റൂട്ടിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ കൂടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തി ഡാറ്റയെ ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിൽ എത്തിക്കുക. അതായത് രണ്ട് സിസ്റ്റംസിനും ഇടയ്ക്ക് ഈ ഡാറ്റയുടെ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ട് നടത്തുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് IP എന്ന് പറഞ്ഞ പ്രോട്ടോകോളിനുള്ളത്. അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ഈ രണ്ട് പ്രോട്ടോകോളുകളും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് TCP/IP എന്നുള്ള ഒരു സിംഗിൾ പ്രോട്ടോകോൾ നമ്മൾ പറയാ. ഈ TCP/IP എന്നുള്ള പ്രോട്ടോകോൾ ഡാറ്റ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു പ്രോട്ടോകോളാണ്. ഒന്നാമത്തെ സിസ്റ്റത്തിലും രണ്ടാമത്തെ സിസ്റ്റത്തിലും ഈ രണ്ട് പ്രോട്ടോകോളുകളും ഉണ്ടെങ്കിലാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുക. അപ്പൊ ഡാറ്റ ട്രാൻസ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോളാണ് TCP/IP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. രണ്ടാമത്തെ നമുക്കറിയേണ്ട ഒരു പ്രോട്ടോകോളാണ് HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. ശ്രദ്ധിക്കുക, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അത് വെബ് പേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ്. വെബ് പേജുകളുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മളൊരു വെബ് പേജിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അഡ്രസ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാം HTTP എന്ന് പറഞ്ഞൊരു : ഒക്കെ നിങ്ങൾക്ക് കാണാം.
ഇനി ഏതെങ്കിലും ഒരു സൈറ്റ് ഒക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സൈറ്റിന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അത് ആ സെർച്ച് ബാറിൽ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഫ്രണ്ടിൽ HTTP എന്നുള്ള ഒരു ടേം വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഈ HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോളാണ്. വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ വെബ് സെർവറിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഉപയോഗിക്കപ്പെടേണ്ട പ്രോട്ടോകോളാണ് HTTP എന്ന് പറയുന്നത്. നമ്മളായിട്ട് അതിന് ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കേണ്ട, സിസ്റ്റം അതിന് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത്തരം പ്രോട്ടോകോളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ വെബ് പേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ ഡാറ്റ ട്രാൻസ്മിഷൻ ആണോ അവിടെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. ക്ലിയർ? അടുത്ത ഒരു പ്രോട്ടോകോളാണ് FTP എന്ന് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതായത് നമുക്കൊരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് വെബ് പേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഇതിന് സാധാരണ രീതിയിലുള്ള ഒരു ഫയലുകളോ ഡോക്യുമെന്റോ കാര്യങ്ങളോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ FTP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം HTTP എന്ന് പറയുന്നത് വെബ് സൈറ്റുകളോ അല്ലെങ്കിൽ വെബ് പേജുകളുടെ ഒക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോളാണ്. ഈ HTTPയും FTP ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും TCP/IP എന്നുള്ള പ്രോട്ടോകോൾ അവിടെ ഉണ്ടാവണം കേട്ടോ. TCP/IP ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് പ്രോട്ടോകോൾ ഉണ്ടായതുകൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രോട്ടോകോളാണ്. വേറെ ഒരു പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ പ്രോട്ടോകോൾ അല്ല, ഒരു ടേമാണ് DNS എന്ന് പറയുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഒരു നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനും അതേപോലെയുള്ള ഓരോ റിസോഴ്സുകൾക്കും അതിൻ്റെതായ IP അഡ്രസ്സുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ IP അഡ്രസ്സുകളുണ്ട്. അപ്പൊ ഞാൻ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ DHSC കേരള, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, DHSC കേരള എന്നുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നത് എന്താണ്? അതിന്റെ പേര്, സൈറ്റ് അഡ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് DHSC കേരള എന്നുള്ള ഒരു അഡ്രസ്സാണ്. പക്ഷെ നമ്മൾ പഠിച്ചത് പ്രകാരം ഏതൊരു റിസോഴ്സിനും കൊടുക്കാൻ പറ്റുന്നത് ഒന്നുകിൽ MAC അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. റിസോഴ്സ് ആകുമ്പോൾ IP അഡ്രസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം DHSC കേരള എന്നുള്ള വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നെറ്റ്വർക്കിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ്. 4 പാർട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊരു IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ DHSC കേരള എന്നുള്ള സൈറ്റ് അവിടെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ IP അഡ്രസ് എപ്പോഴും ഓർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു സാധാ യൂസറിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല അല്ലെ. IP അഡ്രസ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള നമ്പറുകൾ ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് പകരമായിട്ട് IP അഡ്രസ് അവിടെ ഉണ്ട്. IP അഡ്രസ്സിന്റെ കൂടെ തന്നെ നമുക്കതിനെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ അതിനൊരു പേര് കൊടുക്കും. ആ പേരിൽ അത് പുറമേ അറിയപ്പെടും. പക്ഷെ ആ പേര് ഞാൻ എപ്പോഴൊക്കെ ടൈപ്പ് ചെയ്യുന്നു അപ്പോഴൊക്കെ കമ്പ്യൂട്ടർ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ സെർച്ച് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള IP അഡ്രസ് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് DNS സെർവറിന്റെ ആവശ്യം വരുന്നത്. DNS സെർവർ എന്ന് പറയുന്നത് ഒരു സെർവർ സിസ്റ്റമാണ്. ആ സെർവർ സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള ഓരോ റിസോഴ്സുകളുടെയും IP അഡ്രസ്സുകളും ആ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഡൊമൈൻ നെയിമുകളും, അതിനെ ഡൊമൈൻ നെയിം എന്നാണ് പറയുക. DHSC കേരള എന്നുള്ള സൈറ്റ് അഡ്രസ് അതൊരു ഡൊമൈൻ നെയിമാണ്. അതിന്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് വേറെ ഉണ്ടാവും. അപ്പൊ അതിന്റെ IP അഡ്രസ്സിന്റെ നേരെ ഈ പറഞ്ഞ ഡൊമൈൻ നെയിം നേരത്തെ സെറ്റ് ചെയ്ത് ഡൊമൈൻ നെയിം സിസ്റ്റം സെർവറിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്റർനെറ്റിൽ അത് അവൈലബിൾ ആണ്. ഞാൻ DHSC കേരള എന്ന് ടൈപ്പ് ചെയ്താൽ ആദ്യം ഈ റിക്വസ്റ്റ് പോകുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിലേക്കാണ്. അവിടെ നിന്ന് അതിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കും. ആ IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി സെർച്ചിങ്ങും കാര്യങ്ങളും നടക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഡൊമൈൻ നെയിം കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോണിലൊക്കെ നമ്പറുകളൊക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ. ഇപ്പൊ എന്റെ നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് കാണാതെ അറിയാൻ സാധിക്കും? വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പം എന്റെ ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുള്ള ഒരു പേരിലാണ് അല്ലെ. ചിലരത് റോഷൻ സാർ എന്നുള്ള പേരിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. ചിലരത് കമ്പ്യൂട്ടർ സാർ എന്നുള്ള പേരിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. ചിലപ്പം വേറെ ചിലർ വേളങ്കോട് കമ്പ്യൂട്ടർ ടീച്ചർ എന്നുള്ള പേരിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന എന്റെ കൂട്ടുകാരി ചിലപ്പോൾ റോഷൻ എന്നുള്ള പേരിൽ മാത്രമായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക
അല്ലെ? ചിലപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വേറെ മറ്റു സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം HSST റോഷൻ എന്ന്, HSST എന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, HSST റോഷൻ എന്നുള്ള പേരിലായിരിക്കും ചിലപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ നമ്പർ തന്നെ ഓരോരുത്തർക്കും വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പേരിൽ വേണമെങ്കിൽ സേവ് ചെയ്യാം. നിങ്ങളുടെ നമ്പർ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അതേ നെയിമിൽ തന്നെയാണോ എല്ലാവരും സേവ് ചെയ്തിട്ടുണ്ടാവുക? അല്ല, ചിലപ്പോൾ നിങ്ങളുടെ അതേ പേരിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന മറ്റൊരു പേരിൽ സേവ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെ പല പേരിൽ സേവ് ചെയ്യാം. അപ്പം ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ആ നമ്പർ ആണ് അവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. എന്റെ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന പേരിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നമ്പറിലേക്കാണ് ഡയലിംഗ് പോകുന്നത്, പേരിലേക്കല്ല, അല്ലെ? നമ്പറാണ് അവിടെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ. അതുപോലെയല്ല, ഏകദേശം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡൊമൈൻ നെയിം എന്ന് പറയുന്ന നെയിം അതിനെ കോമൺ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പേര് മാത്രമാണ്. ശരിക്കുമുള്ള അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ആക്ച്വലി ആ IP അഡ്രസ് തന്നെയാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇത്തരം IP അഡ്രസ്സുകളും അതിന്റെ കറസ്പോണ്ടിങ് ഡൊമൈൻ നെയിമുകളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, അപ്പൊ TCP/IP പറഞ്ഞു, HTTP പറഞ്ഞു, FTP പറഞ്ഞു, DNS എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് URL എന്ന് പറയുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇതിന്റെ ഒരു ആവശ്യം എന്താണ്? URL എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു നോഡിനെയും ഏതൊരു റിസോഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ അതിന്റെ അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു, ഇല്ലേ? ഈ അഡ്രസ് എന്ന് പറയുന്നത് അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്, അല്ലെ? നമ്മുടെ അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേര് മാത്രമാണോ? അല്ല. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ഓരോരുത്തരോടും നിങ്ങളുടെ അഡ്രസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് മാത്രം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അഡ്രസ് ആയോ? ഇല്ല. അതിന് നിങ്ങളുടെ വീട്ടുപേര് പറയണം, പിൻകോഡ് പറയണം, സ്ഥലം പറയണം, ഡിസ്ട്രിക്ട് പറയണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് അഡ്രസ് ആയിട്ട് മാറും, അല്ലെ? ഇപ്പൊ ഏതൊരു സിസ്റ്റത്തിനെയും ഏതൊരു റിസോഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനൊരു ഡൊമൈൻ നെയിം ഉണ്ടായതുകൊണ്ട് മാത്രം അതിന്റെ കംപ്ലീറ്റ് അഡ്രസ് ആകില്ല. അപ്പം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു കംപ്ലീറ്റ് അഡ്രസ് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? URL എന്ന് പറയുക, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒരു എക്സാമ്പിൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. http://dhsckerala.gov.in/index.html. ഈ ഒരു അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് DHSC കേരള എന്നുള്ള വെബ്സൈറ്റിലെ ആ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ DHSC കേരള എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മെയിൻ പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ എംബ്ലവും അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ഓഫീസിലെ പിക്ചറും ഒക്കെ ആയിട്ടുള്ള ഒരു പേജ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അതിൽ തന്നെ ഒരു ലിങ്ക് ഉണ്ട്. എന്ത് ലിങ്കാണ്? ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു പേജ് ഓപ്പൺ ആയി. ഇപ്പൊ കറന്റ്ലി ഞാൻ ആ പേജിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ആ പേജിൽ ഞാൻ നിൽക്കുമ്പോൾ ആ പേജിനെ നെറ്റ്വർക്കിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ് ആണ് എഴുതിയിരിക്കുന്നത്. index.html എന്ന DHSC കേരളയിലെ പേജിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ് ആണ് ഇവിടെ നിൽക്കുന്നത്. http://www.dhsckerala.gov.in/index.html. ഇതിൽ HTTP എന്ന് പറയുന്നത് എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് DHSC കേരള എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ HTTP എന്നുള്ള പ്രോട്ടോകോൾ ആവശ്യമാണ്. ഓക്കെ, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് : എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം www എന്താണ്? വേൾഡ് വൈഡ് വെബ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് വേൾഡ് വൈഡ് വെബ്. അതായത് ഈ ഒരു ഇന്റർനെറ്റ് അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയൊക്കെ അതൊക്കെ കൊണ്ടുവന്നതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഈ വെബ് കോൺസെപ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് അവിടെ വേൾഡ് വൈഡ് വെബ് എന്നുള്ള ടേം അവിടെ ഉപയോഗിക്കുന്നത്. www.വേൾഡ് വൈഡ് വെബിൽ ഏതിനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? DHSC കേരള എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡൊമൈൻ നെയിം കൊടുത്തിട്ടുള്ള സൈറ്റിനെയാണ് സെർച്ച് ചെയ്യുന്നത്. ഇനി അവിടെ കാണാം .gov.in എന്നുള്ള രണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് സ്പെസിഫിക്കേഷൻസ് കൊടുക്കുക. നമുക്ക് ജനറിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും കൊടുക്കാം, കൺട്രി സ്പെസിഫിക്കേഷൻസും കൊടുക്കാം. ഇവിടെ രണ്ട് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. GOV എന്നുള്ളത് ഒരു ജനറിക് സ്പെസിഫിക്കേഷൻ ആണ്, IN എന്നുള്ളത് ഒരു കൺട്രി സ്പെസിഫിക്കേഷൻ ആണ്. ജനറൽ സ്പെസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും വരുന്നതാണ് .gov, .com, .edu, .net, .org. ഇതൊക്കെ ജനറിക് സ്പെസിഫിക്കേഷൻസ് ആയിട്ട് വരുന്ന ടേമുകളാണ്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. .com ചിലതിന് കാണാം, .gov കാണാം, .net കാണാം, അല്ലെ? .org കാണാം. അങ്ങനെയുള്ള പല ടേമുകളും ഉപയോഗിക്കുന്നത് കാണാം. GOV എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റിലേറ്റഡ് ആണ്. .com എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. .net എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ .edu എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. .org എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സൈറ്റുകളാണ്. അങ്ങനെ പല ജനറിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്.
കൺട്രി സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്. IN എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള കൺട്രിയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IN എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. AU എന്നാണെങ്കിൽ അത് ഓസ്ട്രേലിയയാണ്. UK എന്ന് പറഞ്ഞാൽ അത് യുണൈറ്റഡ് കിങ്ഡം ആണ്. US എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. JP എന്ന് പറഞ്ഞാൽ അത് ജപ്പാനാണ്. പിന്നെ അതേപോലെ അങ്ങനെയുള്ള CA എന്ന് പറഞ്ഞാൽ കാനഡയാണ്. അങ്ങനെയുള്ള പല രാജ്യങ്ങളുണ്ട്. ഇപ്പൊ എല്ലാത്തിനും ഞാൻ ഓർത്തിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കൺട്രി സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അപ്പൊ ഈ ഒരു അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? dhckerala.gov. അതൊരു ഗവൺമെന്റ് റിലേറ്റഡ് സൈറ്റ് ആണ് അല്ലെ. ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതൊരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. അതുകൊണ്ടാണ് .gov എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഗവൺമെന്റിന്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന സൈറ്റ് ആണ്. അപ്പൊ .gov എന്ന് കൊടുത്തു. പിന്നെ അതിനുശേഷം .in, ഇന്ത്യ എന്നുള്ള രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വെബ്സൈറ്റ് ആണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ജനറിക് ടേമുകളെ കുറിച്ച് അത്യാവശ്യം വിവരമുള്ള ഒരാളാണ് എങ്കിൽ ഈ .gov, .in കാണുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവും ഇന്ത്യ എന്നുള്ള രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഇത് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം സ്ലാഷ്, അതെന്ന് പറഞ്ഞാൽ ആ ഒരു വെബ് പേജിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു വെബ് പേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലാഷ് ഉപയോഗിച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ DHC എന്നുള്ള മെയിൻ സൈറ്റിന്റെ ഉള്ളിലെ മറ്റൊരു പേജാണ് ഇൻഡെക്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിനാണ് സ്ലാഷ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇനി ഇൻഡെക്സ് എന്ന് പറഞ്ഞ പേജിന്റെ ഉള്ളിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു പിക്ചറോ വേറോ ഡോക്യുമെന്റോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ലാഷ് ഇട്ടിട്ട് അതിന്റെ പേര് എനിക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു പിക്ചർ ആണെങ്കിൽ 123.jpg എന്നാണെങ്കിൽ സ്ലാഷ് 123.jpg എന്ന് വേണമെങ്കിൽ എനിക്ക് അവിടെ കൊടുക്കാം. അപ്പൊ ആ പിക്ചറിന്റെ URL എനിക്ക് കിട്ടി. ഓക്കെ, ഇതിപ്പോ index.html എന്നുള്ളതിന്റെ URL ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഓരോ റിസോഴ്സിനെയും ഓരോ ഐറ്റത്തിനെയും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ്സിനെയാണ് നമ്മൾ URL, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓരോ റിസോഴ്സിനെയും കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സിനെയാണ് നമ്മൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലെങ്കിൽ URL എന്ന് പറയാം. ഓക്കെ, URL ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, കാര്യം പറയാൻ വിട്ടുപോയതാണ്. അതിന് 3 ഭാഗങ്ങളാണുള്ളത്. URLന് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾ എന്ന് പറയുന്ന അതിന്റെ ആദ്യത്തെ ഭാഗമാണ് HTTP എന്നൊക്കെ പറയുന്ന ഭാഗമാണ് അതിന്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഭാഗം. പിന്നെ അതിന് നമ്മൾ ഒരു ഡൊമൈൻ നെയിം കൊടുത്തിട്ടുണ്ടല്ലോ, dhckerala.gov.in എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡൊമൈൻ നെയിം എന്ന് പറയുക. ലാസ്റ്റ് പാർട്ടിനെയാണ് index.html, അതിന്റെ ഉള്ളിലുള്ള ഒരു ഫയൽ റെപ്രസെന്റ്, അത് ഫയൽ നെയിം എന്ന് പറയും. അപ്പൊ 3 ഭാഗങ്ങളാണ് URLനുള്ളത്: പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം. പ്രോട്ടോകോൾ എന്ന് പറയുന്ന ആദ്യത്തെ HTTP എന്ന് പറഞ്ഞു വരുന്ന ഭാഗം, സൈറ്റ് അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തെ ഡൊമൈൻ നെയിം എന്ന് പറയും. ആ സൈറ്റിൽ തന്നെ മറ്റ് ഫയലുകളെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ ഫയൽ നെയിം എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാനുള്ളത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവേത് വിളിച്ചു ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടുകൾ നിങ്ങൾക്ക് എഴുതാൻ പാകത്തിൽ ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ചാപ്റ്ററിലെ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും